പാട്ട് തോൽപ്പിച്ചുവെന്ന് എല്ലാവരും കൂടി പറഞ്ഞതാണ് സി പി എമ്മിന് ആകെപ്പാടെ. ഒന്നാമത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനൊരു പരാജയം സി പി എം ഒരു കാലത്തും ആഗ്രഹിച്ചിട്ടില്ല. ഇപ്പം മണിയാസന് ഹാപ്പി ബർത്ത്ഡേ നേർന്നുകൊണ്ട് വി ശിവൻകുട്ടി തെരഞ്ഞെടുപ്പിന് തലേദിവസം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ന് ഹാപ്പി ബർത്ത്ഡേ ആഘോഷം, നാളെ നമ്മൾ തെരഞ്ഞെടുപ്പ് ജയിച്ചതിൻ്റെ ആഘോഷം. അത്രയും കോൺഫിഡൻ്റ് ആയിരുന്നു. പക്ഷെ അവർ ഭയാനകമാവിധം തോറ്റുപോയി. അത് അവർക്കുണ്ടാക്കിയ നിരാശ ചെറുതല്ല. അങ്ങനെ അവർ തോറ്റതിൻ്റെ ഒരു ആഘോഷം അപ്പുറത്ത് നടക്കവേ മാധ്യമങ്ങളിലും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും എല്ലാം ഒരു സംഗതി വന്നു, തെരഞ്ഞെടുപ്പ് തൂക്കിയ ഗാനം. ഏത് ഗാനം? ഈ പോറ്റിയെ കയറ്റി എന്നുള്ള പാട്ടിൻ്റെ റീൽ കണ്ടന്റ് എല്ലാ മാധ്യമങ്ങളിലും വാർത്തയായി, എല്ലാ ഡിജിറ്റൽ സ്പേസിലും വന്നു. സോഷ്യൽ മീഡിയയിലേക്ക് എല്ലാവരും അത് കൊണ്ടാടാൻ തുടങ്ങി. അത് എഴുതിയതാരാണെന്ന് കണ്ടുപിടിക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നു, അവരുടെ ബൈറ്റുകൾ വരുന്നു. അപ്പോൾ സി പി എമ്മിൻ്റെ ഇന്ന് ഈഗോ വർക്ക് ചെയ്യുന്നു. രണ്ട് തോൽപ്പിച്ച ഘടകം ഇതാണെങ്കിൽ ആ ഘടകം ഇല്ലാതാക്കണമല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് ഇറങ്ങുകയാണ്. അപ്പോൾ എനിക്ക് പിന്നെയും മനസ്സിലാവാത്തത്, ഇന്നലെ ഞാൻ പറഞ്ഞതിൻ്റെ എക്സ്റ്റൻഷൻ വീണ്ടും പറഞ്ഞു, സി പി എമ്മിന് കാര്യങ്ങളെ അപഗ്രഥിക്കുന്നതിൽ ഇത്ര കുഴപ്പം പറ്റുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഒന്ന്, ഈ പാട്ടാണ് തോൽപ്പിച്ചതെങ്കിൽ ആ പാട്ടിനെക്കുറിച്ച് പിന്നെയും സംസാരിച്ചുകൊണ്ടിരുന്നാൽ പിന്നെയും ആൾക്കാർ ആ വിഷയത്തിൽ എൻഗേജ് ചെയ്യല്ലേ, വിട്ടുകളയാനല്ലേ ശ്രമിക്കേണ്ടത്, ആ എപ്പിസോഡ് അടയ്ക്കാനല്ലേ ശ്രമിക്കേണ്ടത്. അതാണ് അവർക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ഈ പാട്ട് ഏറ്റെടുത്ത് പറയുമ്പോൾ ആൾക്കാർ ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നു. എന്താണ് ആ പാട്ടിൻ്റെ കണ്ടന്റ്, ഏതാണ് ആ പോറ്റി, അത് അന്വേഷിക്കാനല്ലേ കൂടുതൽ ശ്രമിക്കുക. അത് പിന്നെയും വലിയ ബാധ്യത ഉണ്ടാക്കാനാണ് പോകുക. അപ്പോൾ എന്തിനാണ് ഇവർ ഈ വള്ളി പിന്നെയും പിടിക്കുന്നതാണ് എൻ്റെ സംശയം. പഴയ ഗാനങ്ങളൊക്കെ കുത്തിപ്പോകുന്നു. പഴയത് പിന്നെ കൈരളി വന്ന പാട്ടൊക്കെ ഇന്നിപ്പോൾ രാവിലെ ഫ്ലോട്ട് ചെയ്യാൻ തുടങ്ങി വീണ്ടും. അപ്പോൾ ഇതാരാണ് ഉപദേശിച്ചു കൊടുക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നത്. രണ്ട്, ഹിന്ദു ഭക്തിഗാനവും വിശ്വാസവും അതിന് പാരഡിയാക്കുന്നത്. ഇത് ഹിന്ദു ഭക്തിഗാനമാണ്, ശരിയാണ്, സംശയമില്ല. പക്ഷേ ഈ ഹിന്ദു വേദഗ്രന്ഥങ്ങളിലെന്നുള്ള സാധനമൊന്നുമല്ല. ഇത് ഒരു ശബരിമല സീസണുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയിട്ടുള്ള ഈ മുസ്ലിം ഫാൻറ്റസി സോങ്സ് എന്നൊക്കെ പറഞ്ഞാൽ പുറത്തിറങ്ങിയിട്ടുള്ള അയ്യപ്പ ഭക്തിഗാനം ഒരു കാസറ്റ് പാട്ടാണ്. ആ അത്തരം കാസറ്റ് പാട്ടുകളെ മുൻനിർത്തിക്കൊണ്ട് ഒരുപാട് പാരഡി കേരളത്തിലുണ്ടായിട്ടുണ്ട്. കെ സുരേന്ദ്രൻ ഈ പാട്ട് വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ 1-2 തെരഞ്ഞെടുപ്പിൽ പാട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. സുരേന്ദ്രൻ്റെ പേരൊക്കെ വെച്ച് അയ്യപ്പൻ്റെ പേര് മാറ്റി സുരേന്ദ്രന് വോട്ട് തന്നൊക്കെ. അന്ന് ഈ മതവികാരത്തെ വ്രണപ്പെടുത്തിയതിൻ്റെ പേരിൽ സി പി എമ്മിലും കേസ് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങളുടെ തെരഞ്ഞെടുപ്പ് പാരഡി ഗാനങ്ങൾ എമ്പാടും ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അന്ന് ആർക്കും ഇവിടെ പരാതി ഉണ്ടായില്ല. അപ്പോൾ ഇത് കരുണാകരനെതിരായിട്ടുള്ള വന്നത് മന്ത്രിയെ അയ്യപ്പോ സ്വാമി അയ്യപ്പ എന്നുള്ളതിന്. മന്ത്രി കരുണാകരൻ്റെ ഈ ബെൻസ് കാറിലെ വേഗത ഒരു കാലത്ത് സ്ഥിരം ചർച്ചാ വിഷയമായിരുന്നു. കരുണാകരനെ കളിയാക്കാൻ ഉണ്ടാക്കിയ പാട്ടാണ്. അതാണ് കരളി വന്ന പാട്ട്. അന്നൊന്നും ആർക്കും ഇല്ലാത്തൊരു പ്രശ്നം. ഞാൻ വീണ്ടും പറഞ്ഞത്, ഹിന്ദുക്കളുടെ ഇതിലും പ്രാർത്ഥനാ മന്ത്രമല്ല, അവരുടെ വേദഗ്രന്ഥങ്ങളിലുള്ള എന്തെങ്കിലും സൂക്തങ്ങളൊന്നും അല്ലല്ലോ. ഇത് പുറത്തിറങ്ങിയിട്ടൊരു പോപ്പുലർ പാട്ടാണ്. ആ പാട്ടിനെ ചൊല്ലിയിട്ടുള്ള പലതരത്തിലുള്ള പാരഡി ഗാനങ്ങളുണ്ടായി. അങ്ങനെ ഒന്നാണിത്. അത് ഹിന്ദു ഭക്ത വിശ്വാസത്തെ അധിക്ഷേപിക്കുന്നൊക്കെ പറഞ്ഞാൽ ഹിന്ദുക്കല്ലേ ഇത് ആദ്യം ഫീൽ ചെയ്യണ്ടേ? ഒരു ഹിന്ദു മതവിശ്വാസിക്ക് തോന്നണമല്ലോ, ശരിയാണല്ലോ രാജു ഇബ്രഹാം പറയുന്നത്, ഞങ്ങളുടെ മതവിശ്വാസത്തെ ആക്രമിക്കാനല്ലോ. അങ്ങനെ അവർക്ക് തോന്നുമോ ഇത് കേട്ടാൽ? എനിക്ക് സംശയമാണ്. രണ്ടാമത്തെ കാര്യം, ഇത് മതവിശ്വാസത്തെ മുൻനിർത്തി വോട്ട് പിടിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നു. മതവിശ്വാസത്തെ മുൻനിർത്തി വോട്ട് പിടിക്കുന്നത് എങ്ങനെയാണ്? അയ്യപ്പന് വേണ്ടി ഒരു വോട്ട് എന്ന് ചോദിച്ചാൽ അത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ്. അയ്യപ്പനിൽ വിശ്വസിക്കുന്നു ഞാൻ, നിങ്ങൾ അയ്യപ്പനിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊരു വോട്ട്, അങ്ങനെ പറഞ്ഞാൽ അത് എന്താണ്? ചട്ടലംഘനമാണ്. ഇതെങ്ങനെയാണാവുന്നത്? അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു പൊതുമുതലാണ് ഒരർത്ഥത്തിൽ, അല്ലേ? അവിടെ ഇരിക്കുന്ന സന്നിധാനവും അവിടുത്തെ മുതലെല്ലാം, അതെല്ലാം ഒരു സർക്കാരിൻ്റെ ഭാഗമായ ആൾക്കാർ മോഷ്ടിക്കാൻ കൂട്ടുനിന്ന ആരോപണമാണ് ഈ പാട്ടിനകത്തുള്ളത്. അല്ലാതെ മതവിശ്വാസത്തെ എങ്ങനെ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുകയല്ല. അപ്പോൾ അതൊരു വസ്തുതയാണല്ലോ. ഇത് മുതലെല്ലാം അവിടെ നിന്ന് പോയി എന്നുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് സി പി എമ്മിൻ്റെ ആളുകളായിട്ട് നടിക്കുന്ന ആൾക്കാർ, സി പി എമ്മിൻ്റെ ആളുകൾ, സി പി എമ്മിൻ്റെ നേതാക്കൾ, ഇവരൊന്നും മുന്നോട്ട് വെക്കുന്ന വാദങ്ങൾ സി പി എം എനിക്ക് തോന്നുന്നില്ല ലോജിക്കലി നിൽക്കുന്നതാണ്. എന്ന് മാത്രമല്ല, ഇതെല്ലാം നമ്മൾ വിരുദ്ധ ഫലം ഉണ്ടാക്കുകയും ചെയ്യും. ആൾക്കാർ പിന്നെയും ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു, വീണ്ടും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു. ആ വിഷയം വീണ്ടും ഇങ്ങനെ കത്തിച്ച് നിർത്താൻ ഇത് ഗുണപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കുറച്ചുകൂടി സ്ട്രാറ്റജിക് ആയിട്ടുള്ള സംഗതി ഉണ്ടെങ്കിൽ ഇതിൽ വിട്ടുകളയാണ് അവർ ശ്രമിക്കേണ്ടത്. ഇത് വിജയിക്കാൻ പോകുന്നില്ല. ഉറ്റുനോക്കുന്നു സി പി എം എന്തായിരിക്കും ഇത് ചെയ്യാൻ പോകുന്നുണ്ടാവും. പോലീസിന് ഇപ്പോൾ വർഗീയ വിഭജനത്തിൻ്റെ പേര് കേസെടുക്കുമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ കേസെടുത്ത് കളയും. കേസെടുത്താൽ സി പി എമ്മിൻ്റെ ഒരു പ്ലാൻ എന്താണ്, തുടർ പ്ലാൻ എന്താണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ ചെയ്യുന്നത് എന്തായാലും എന്താണ്, ശബരിമലയ്ക്ക് ഉണ്ടായിട്ടുള്ള അപകടത്തിൻ്റെ ഒരു തുടർച്ച ഉറപ്പാക്കാനുള്ള ശ്രമം നടത്തുന്നവർ തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ അവർ ഇപ്പോൾ നോക്കൂ, ആ സംഭവം നടന്നിട്ടുള്ളതാണല്ലോ, അവിടുന്ന് കൊള്ളയടിക്കപ്പെട്ടു എന്നുള്ളതും, കൊള്ളയടിക്കാൻ നേതൃത്വം കൊടുത്ത ആളെ പോലീസ് കണ്ടെത്തി, ആ പോലീസ് കണ്ടെത്തിയ ആൾ ജയിലിലാണ്. ആ ജയിലിലെ ആളെ ഇവർക്ക് ഇപ്പോഴും തള്ളിപ്പറയാൻ കഴിയുന്നില്ല, സംരക്ഷിക്കുന്നുള്ള യാഥാർത്ഥ്യം അവിടെ നിൽക്കേ അവർ ഈ പാട്ടിനെതിരെ ഇറങ്ങി തിരിഞ്ഞിരിക്കുന്നത് മഹാ കോമഡിയാണ്.